UAE പേരിലെത്തിയ കണ്ടെയ്നറുകൾ ഗുജറാത്ത് തീരത്ത് വെച്ച് തുറന്നപ്പോൾ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ശരിക്കും ഒന്ന് അമ്പരന്നു. കാരണം കോടികളുടെ ചരക്കുകൾക്കൊപ്പം കണ്ടെയ്നറിൽ പാകിസ്ഥാൻ ഒളിപ്പിച്ചു വെച്ചത് അവരുടെ ഗതികേടിന്റെയും വഞ്ചനയുടെയും നേർചിത്രമായിരുന്നു. ഇന്ത്യ അതിർത്തി കൊട്ടിയടച്ചപ്പോൾ പട്ടിണി മാറ്റാൻ ദുബായ് വഴി ലേബൽ മാറ്റി കള്ളക്കടത്ത് നടത്തിയ പാകിസ്ഥാന് കേന്ദ്ര ഏജൻസിയായ DRI കൊടുത്തത് 8ന്റെ പണിയായിപ്പോയി. കാൺല തുറമുഖത്ത് വെച്ചാണ് 3 കോടി രൂപ വിലമതിക്കുന്ന 364 മെട്രിക് ടൺ ഉണങ്ങിയ ഈന്തപ്പഴം ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടിയത്. പാകിസ്ഥാനിൽ നിന്ന് പുറപ്പെട്ട ഈ 13 കണ്ടെയ്നറുകൾ ദുബായിൽ എത്തിച്ച് അവിടെ വെച്ച് വ്യാജ ലേബലുകൾ ഒട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്താനായിരുന്നു ശ്രമം. UAE നിന്നുള്ള ഉൽപ്പന്നമാണെന്ന വ്യാജരേഖകളുമായിട്ടാണ് ഇത് ഇന്ത്യയിലെത്തിയത്. എന്നാൽ സുരക്ഷാ ഏജൻസികളുടെ കഴുകൻ കണ്ണുകളെ വെട്ടിക്കാൻ പാകിസ്ഥാന്റെ ഈ വില കുറഞ്ഞ വേലകൾക്കൊന്നും കഴിയില്ലെന്ന് DRI ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖം വഴിയും സമാനമായ രീതിയിൽ പാകിസ്ഥാൻ കള്ളക്കടത്ത് നടത്തിയിരുന്നു. സൊമാലിയയിൽ നിന്നുള്ളതെന്ന വ്യാജേന ദുബായ് വഴി ഇന്ത്യയിൽ എത്തിച്ച 1.5 കോടിയോളം രൂപയുടെ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള മരക്കറയായിട്ടുള്ള ഗുഗുൾ റസിൽ DRI അന്ന് പിടികൂടിയിരുന്നു. ഇതും പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നമാണെന്ന് തെളിഞ്ഞതോടെ 2 പേരെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഭീകരവാദികൾക്ക് വളമിടുന്ന പാകിസ്ഥാനുമായിട്ടുള്ള നേരിട്ടുള്ള വ്യാപാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പൂർണ്ണമായും അവസാനിപ്പിച്ചതാണ്. നിരോധനത്തിന് മുൻപ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും അവിടെ നിന്ന് ഈന്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയവ ഇറക്കുമതി ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ നേരിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ പാക് ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീവ്രവാദ ഫണ്ടിങ്ങിന് തടയിടാൻ സാമ്പത്തിക ഉപരോധം ഇന്ത്യ ശക്തമാക്കിയതോടെയാണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ കുത്തനെ താഴോട്ട് പതിച്ചത്. ഗതികെട്ട പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തിന്റെ പേരൊളിപ്പിച്ച് മറ്റ് രാജ്യങ്ങളുടെ ലേബലിൽ ഇന്ത്യയിൽ ചരക്ക് വിറ്റ് കാശാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ തീവ്രവാദികളുടെ രാജ്യത്തിന് ഇന്ത്യൻ വിപണിയിൽ യാതൊരു സ്ഥാനവുമില്ലെന്നും ഗൾഫ് രാജ്യങ്ങളുടെ പേര് വെച്ച് വന്നാലും ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ച് ഒരിറ്റ് പാകിസ്ഥാൻ ചരക്ക് പോലും രാജ്യത്തേക്ക് കടത്താനാകില്ല എന്നുള്ള അതിശക്തമായിട്ടുള്ള താക്കീതാണ് DRI ഈ നടപടിയിലൂടെ നൽകുന്നത്.